നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നാളെ പെട്ടെന്ന് നിങ്ങളുടെ ജോലി പോയാൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസിന് 2 ലക്ഷം രൂപ ചെലവുണ്ടെന്ന് പറഞ്ഞാൽ, അതുമല്ല നിങ്ങളുടെ ബൈക്ക് കംപ്ലൈന്റ് ആയി റിപ്പയർ ചെയ്യാനായിട്ട് 10,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നുണ്ടാവുക? എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക? ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ഇനി അതല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കാം. ഇതൊക്കെയാണോ നിങ്ങളുടെ പ്ലാൻ? ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ള അൺസർട്ടൈൻ സിറ്റുവേഷൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞാലോ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റിനെ പറ്റിയിട്ട്. ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ് സ്റ്റോക്സിന്റെയും ഗോൾഡിന്റെയും പിന്നാലെ പോകുന്നതിന് മുൻപ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് അത് എമർജൻസി ഫണ്ടാണ്. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എമർജൻസി ഫണ്ട് എന്താണെന്നും എങ്ങനെ ആ എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ്. ലാസ്റ്റ് വീഡിയോ കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതൊരാൾക്കും വേണ്ട 3 മേജർ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതിലൊന്ന് തന്നെയായിരുന്നു ഈ ഫണ്ട്. ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പൈസ, അത്ര തന്നെ. ഇതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയുന്നുണ്ടാവുക ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് എന്നാണ്. അതായത് നമുക്ക് വരുന്ന ഫിനാൻഷ്യൽ അൺസർട്ടൈനിറ്റീസിനെ സെക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു പൈസ. എന്റെ നെയ്ബർ ആയിട്ടുള്ള മനോജിന്റെ കാര്യം പറയാം. മനോജിന് ഇപ്പൊ 35 വയസ്സാണ് പ്രായം. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം 60,000 രൂപ മാസം ശമ്പളം കിട്ടുന്നുണ്ട്. വൈഫും 2 കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. മാസം കിട്ടുന്ന 60,000 നിന്ന് 45,000 മാത്രമേ ചെലവും വരുന്നുള്ളൂ. പൈസ സേവ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 2023 പെട്ടെന്ന് അയാളുടെ കമ്പനി റീസ്ട്രക്ചറിങ് കാരണം പ്രത്യേകിച്ച് വാണിംഗ് ഒന്നും ഇല്ലാതെ അയാളുടെ ജോലി പോയി. പിന്നീട് എന്താണെന്നൊരു സംഭവിച്ചത്? 1 മാസത്തെ സാലറി കമ്പനി എക്സ്ട്രാ കൊടുത്തിരുന്നു. അതും കൂടി സേവിങ്സ് അക്കൗണ്ടിൽ ആകെ ഉള്ളത് 80,000 രൂപ മാത്രമാണ്. ആദ്യത്തെ 2 മാസം ഈ പൈസ വെച്ച് കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി പോയി. 3rd മന്ത് ആയപ്പോൾ കയ്യിൽ പൈസ ഇല്ലാതായി. പതിയെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് വിൽക്കേണ്ടി വന്നു. അതും ലോസിൽ തന്നെ വിൽക്കേണ്ടി വന്നു. 4ാമത്തെ മാസമായപ്പോൾ കടം വാങ്ങേണ്ടി വന്നു. 5ാമത്തെ മാസമായപ്പോൾ കയ്യിലുള്ള സ്വർണം വിൽക്കേണ്ടി വന്നു. 6-7 മാസം കഴിഞ്ഞപ്പോൾ പുതിയ ജോലി കിട്ടി. പക്ഷേ ഈ പുതിയ ജോലി കിട്ടിയതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ്സ് നഷ്ടത്തിൽ വിൽക്കേണ്ട വന്നുകൊണ്ട് ഏകദേശം 3 ലക്ഷം രൂപ അങ്ങനെ തന്നെ പോയി. 2 ലക്ഷം രൂപയുടെ കടം ഈ ഒരു പീരീഡിൽ എടുക്കേണ്ടിയും വന്നു. അതിനൊക്കെ പുറമെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളും മെന്റൽ സ്ട്രെസ്സും മനോജിന് ആകെ ഇല്ലാതാക്കിയായിരുന്നു. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞു വന്ന ഒരു എമർജൻസി ഫണ്ട് മനോജിന് ഉണ്ടായിരുന്നില്ല. ഇതേ സമയം മനോജിന്റെ ഫ്രണ്ട് ആയിരുന്ന സുനിലിന്റെ ജോലി പോയിരുന്നു. പക്ഷേ സുനിലിന് ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. കാരണം സുനിൽ ഓൾറെഡി അടുത്ത 8 മാസത്തേക്ക് എക്സ്പെൻസിനുള്ള എമൗണ്ട് എമർജൻസി ഫണ്ട് ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു. ജോലി പോയപ്പോഴും പുള്ളിക്കാരന് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. വളരെ സമാധാനത്തോട് കൂടിയിട്ട് അടുത്ത നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിക്കായിരുന്നു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും നല്ല കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടുകയും ചെയ്തു. മനോജിന്റെ അതേ സിറ്റുവേഷൻ ആയിരുന്നു സുനിലിനും വന്നത്. പക്ഷേ സുനിലിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് തുടരേണ്ടി വന്നിട്ടില്ല, കടം വാങ്ങേണ്ടി വന്നിട്ടില്ല. വളരെ സമാധാനത്തോട് കൂടിയിട്ട് പോയതിനേക്കാൾ നല്ല ജോലി നേടിയെടുക്കാനും പറ്റി. ഇതാണ് ഈ എമർജൻസി ഫണ്ടിന്റെ പവർ. ഇത്രയും കേട്ടപ്പോ ഇങ്ങനൊരു എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോളൂ. വളരെ വ്യക്തമായിട്ട് എമർജൻസി ഫണ്ട് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ എമർജൻസി ഫണ്ട് എന്തുകൊണ്ട് നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമാണ് ലൈഫ് അപ്രതീക്ഷിതമാണ്. നമുക്കറിയില്ല നമ്മുടെ ലൈഫിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഞാൻ എന്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് പറയാം. 2019 പകുതി ആയപ്പോഴാണ് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ട് മുതൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ജോലി ചെയ്ത് കിട്ടിയ സാലറി നല്ലൊരു ശതമാനവും ഞാൻ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ടായിരുന്നു മാറ്റി വെച്ചത്. റിട്ടയർമെന്റ് പോലുള്ള കാര്യങ്ങളായിരുന്നു അന്ന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അതായത് മന്ത്ലി എക്സ്പെൻസ് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാ പൈസയും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് സ്റ്റോക്സിലും ഗോൾഡിലും അതിലും ഇതിലൊക്കെ ആയിട്ട് മൊത്തം പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അതിന്റെ മേജർ റീസൺ ഇപ്പോ എനിക്ക് പ്രത്യേകിച്ച് എമർജൻസീസ് ഒന്നും ഇല്ല, അങ്ങനെ ആവശ്യങ്ങളൊന്നും വരില്ല എന്നുള്ളതായിരുന്നു. 2020 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആരും തന്നെ എക്സ്പെക്ട് ചെയ്യാതെ വില്ലൻ എന്നോ അല്ലെങ്കിൽ ഹീറോ എന്നോ പറയാൻ പറ്റുന്ന രീതിയിൽ കോവിഡ് വന്നു. പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോലി ഇല്ല, ഇൻകം ഇല്ല, പക്ഷെ എക്സ്പെൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ, 4-5 മാസത്തോളം കണ്ടിന്യൂസ്ലി പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു, ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ആദ്യം 1-2 മാസം ഏറെക്കുറെ കയ്യിലുള്ള പൈസ വെച്ച് ഒപ്പിച്ചെങ്കിലും അതിനുശേഷം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോൾ നല്ല ലോസ് സഹിച്ചുകൊണ്ട് തന്നെ എന്റെ പല ഇൻവെസ്റ്റ്മെന്റ്സും, അത് ഞാൻ ലോങ് ടേമിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ചെയ്ത എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും എനിക്ക് അവിടെ വിൽക്കേണ്ടി വന്നു. എന്റെ പല ഫ്യൂച്ചർ ഗോൾസും ഇല്ലാതാക്കുന്ന ഒന്നായിരുന്നു അത്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി മനസ്സിലാകുന്നത് ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന്. അന്ന് മുതൽ ഞാൻ എന്റെ മൊത്തം ഫിനാൻഷ്യൽ പ്ലാനിങ് മാറ്റി. ആദ്യം തന്നെ ഞാൻ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചത് ഒരു എമർജൻസി ഫണ്ട് ആയിരുന്നു. അതായത് ഫ്യൂച്ചർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് എമർജൻസി ഫണ്ട് ആണ് ഏറ്റവും ആദ്യം വേണ്ടി വന്നത്. ഇനി രണ്ടാമത്തെ റീസൺ, ഇൻവെസ്റ്റ്മെന്റ്സ് നശിപ്പിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എമർജൻസി ഫണ്ട് വേണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എന്റെ കേസിലാണെങ്കിലും മനോജിന്റെ കേസിലാണെങ്കിലും സമയമെടുത്ത് ബിൽഡ് ചെയ്ത് വെച്ച ഇൻവെസ്റ്റ്മെന്റ്സ് അവിടെ നശിപ്പിക്കേണ്ടി വന്നു. പെട്ടെന്ന് ഒരു അൺസർട്ടൈൻ സിറ്റുവേഷൻ
സിറ്റുവേഷൻ വന്നപ്പോൾ. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷനിലും ഇൻവെസ്റ്റ്മെന്റ്സ് തൊടേണ്ടി വരില്ലായിരുന്നു. മാർക്കറ്റ് റിക്കവർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാനും ലോങ് ടേം ഗോൾസിനെ എഫക്ട് ചെയ്യാതെ ആ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ഗ്രോ ചെയ്തേനെ. ഇനി അതിനേക്കാൾ എല്ലാം പുറമെ മൂന്നാമത്തെ റീസൺ, സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ട് എമർജൻസി ഫണ്ട് കൂടിയേ തീരും. എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എന്തായിരിക്കും, നാളെ ജോലിയിൽ എന്തായിരിക്കും, നാളെ ജീവിതം എന്തായിരിക്കും എന്നുള്ള ടെൻഷനോട് കൂടിയാണ് കിടക്കുന്നെങ്കിൽ അതൊരു ജീവിതമേ അല്ല. അനിൽ എന്ന് പറയുന്ന എന്റെ ഒരു ഫ്രണ്ട് ബിസിനസ്മാൻ ആണ്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് സമാധാനമാണ്. എനിക്കിപ്പോ എന്ത് റിസ്ക്കും ബിസിനസ്സിൽ എടുക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്തെങ്കിലും തെറ്റ് പറ്റിയാലും എനിക്കറിയാം അതൊരിക്കലും എന്റെ കുടുംബത്തിനെ ബാധിക്കാൻ പോകുന്നില്ല എന്ന്. അതുപോലെ തന്നെ അവരെല്ലായ്പ്പോഴും സേഫ് ആയിരിക്കും ചെയ്യും. ഇനി നാലാമത്തെ റീസൺ, കൂടുതൽ കടങ്ങളിൽ പോയി പെടാതിരിക്കാൻ എമർജൻസി ഫണ്ട് വേണം. ഇങ്ങനൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ പലരും പോയി ചെയ്യുന്നത് കുറെ പേഴ്സണൽ ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളായിരിക്കാം. ഇത് ഓരോന്നിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് അതിഭയാനകമാണ്. മനോജിന്റെ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിരുന്നു. ഏകദേശം 2 ലക്ഷം രൂപയാണ് കടമായിട്ട് വാങ്ങേണ്ടി വന്നത്. പിന്നീട് ഏൺ ചെയ്യുന്ന ഓരോ പൈസയും ഈ കടം ഇല്ലാതാക്കാനായിരുന്നു ഉപയോഗിക്കേണ്ടി വന്നതും. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഈ എമർജൻസി ഫണ്ട് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഇങ്ങനെ എമർജൻസി ഫണ്ട് ആയിട്ട് നമുക്ക് എത്ര രൂപ വേണമെന്നാണോ? ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എത്ര രൂപ നമ്മൾ മാറ്റിവെക്കണം? എമർജൻസി ഫണ്ട് ആയിട്ട് എത്ര രൂപ മാറ്റിവെക്കണം എന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് റൂൾ ഉണ്ട്. അറ്റ്ലീസ്റ്റ് 3 to 6 മന്തിന്റെ എക്സ്പെൻസസ് നമ്മൾ എമർജൻസി ഫണ്ട് ആയിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇത് ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ പറയാം. അതിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കേസ് 1, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്കിൽഡ് പേഴ്സൺ ആണ്. നിങ്ങൾക്കൊരു ജോലിയുണ്ട്. നിങ്ങളൊരു സ്കിൽഡ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ജോലി പോയാലും വേറെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഡിപെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ എക്സ്പെൻസസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു 4 to 6 മന്തിന്റെ എക്സ്പെൻസസ് എമർജൻസി ഫണ്ട് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്താൽ മതി. കേസ് 2, നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, നിങ്ങൾ മാത്രമാണ് ഏക ഇൻകം സോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു 9 to 12 മന്ത്സിന്റെ എക്സ്പെൻസസ് എങ്കിലും നിങ്ങൾ എമർജൻസി ഫണ്ട് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. അതിന്റെ മേജർ റീസൺ, ഒരു പരിധി വരെ എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. അതുമാത്രമല്ല സിംഗിൾ ഇൻകം സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് ആ ഇൻകം ഇല്ലാതായാൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. കേസ് 3, മാരീഡ് ആണ്, രണ്ടാളും വർക്ക് ചെയ്യുന്നുണ്ട്, നോ കിഡ്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 6 മന്തിന്റെ എക്സ്പെൻസസ് എമർജൻസി ഫണ്ട് ആയിട്ട് ബിൽഡ് ചെയ്താൽ മതി. 2 ഇൻകം സോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻ കേസ് ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടാലും മറ്റൊരാളുടെ ഇൻകം ഒരു പരിധി വരെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കേസ് 4, നിങ്ങൾ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പെൻഷൻ ആയിരിക്കാം നിങ്ങളുടെ ഒരു മേജർ ഇൻകം സോഴ്സ്. വേറൊരു ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കൂടുതൽ മെഡിക്കൽ സിറ്റുവേഷൻസ് സംഭവിക്കാം എന്നുള്ളത് കൊണ്ടും തന്നെ ഒരു സേഫർ സൈഡിൽ 12 to 18 മന്ത്സിന്റെ എക്സ്പെൻസ് എമർജൻസി ഫണ്ട് ആയിട്ട് ബിൽഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ ഒന്നും പെടാത്ത ആളുകളുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഇറഗുലർ ഇൻകം ആയതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 9 to 12 മന്തിന്റെ എക്സ്പെൻസ് എമർജൻസി ഫണ്ട് ആയിട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പറഞ്ഞതിൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ ബെയർ മിനിമം 3 to 6 മന്തിന്റെ എമർജൻസി ഫണ്ട് നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ എമർജൻസി ഫണ്ട് എവിടെയാ ബിൽഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിന്റെയും ഒബ്ജക്റ്റീവ് അത് റിട്ടേൺസ് അല്ല എന്ന്. അവിടെ തന്നെ ഞാൻ പറയുന്നുണ്ട് എമർജൻസി ഫണ്ട് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം എന്നുള്ളതും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ആ വീഡിയോ കാണേണ്ടതാണ്. ഇവിടെ എമർജൻസി ഫണ്ടിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഒരു സെക്കൻഡ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എമർജൻസി ഫണ്ടിന്റെ മേജർ ഒബ്ജക്റ്റീവ് അത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും തന്നെയാണ്. സേഫ്റ്റി അതായത് ക്യാപിറ്റലിൽ യാതൊരു റിസ്ക് ഉണ്ടാവരുത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഏത് സമയത്താണോ ആവശ്യം വരുന്നത് അപ്പോൾ ആ ഫണ്ട് എടുക്കാനും കഴിയണം. ഇനിയിപ്പോ അതിന്റെ കൂടെ ചില റിട്ടേൺസ് കൂടി കിട്ടിയാൽ നല്ല കാര്യമാണ്. അപ്പോൾ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തരുന്ന അസെറ്റ്സ് ഏതാണോ അതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ ഓപ്ഷൻ 1 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് ആണ്. കാരണം സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവുക. ഇൻസ്റ്റന്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും എന്നതിന് പുറമെ അവിടെ യാതൊരു ലോക്ക് ഇൻ പീരീഡും ഇല്ല, യാതൊരു റിസ്കും ഇല്ല. പക്ഷെ അതിലും ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് പറയുന്നത് 3-4%. അതായത് ഇൻഫ്ലേഷനെ പോലും അവിടെ കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ വളരെ സേഫർ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് റിട്ടേൺസ് നമുക്ക് തരുന്ന ഓപ്ഷനാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്. അതിന്റെ മേജർ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ 5 to 6% റിട്ടേൺസ് നമുക്ക് കിട്ടും, അതും വളരെ സേഫർ ആയിട്ട് തന്നെ. ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഡേ എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഫണ്ട് നമ്മുടെ കയ്യിൽ കിട്ടാൻ. ഇവിടെ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുമ്പോൾ സേഫ്റ്റിയും ലിക്വിഡിറ്റിയാണ് നമ്മുടെ മേജർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് മാത്രമേ
മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ എമർജൻസി ഫണ്ടിന് വേണ്ടി എവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതും കൂടി ഞാൻ ഇവിടെ പറയേണ്ടതുണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഇത്തരം ഓപ്ഷൻസ് യാതൊരു കാരണവശാലും എമർജൻസി ഫണ്ടിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യരുത്. ഹൈലി വോളറ്റൈൽ ആണ് എന്നുള്ളതിന് പുറമെ ഹൈലി റിസ്ക് ആയിരിക്കും ഈ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇനി അതിന് പുറമെ PPF ആണെങ്കിലും ലോങ് ടേം FDs ആണെങ്കിലും ഇതിന്റെ സ്യൂട്ടബിൾ അല്ല. കാരണം ഇതൊന്നും ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതല്ല. ഒരു ഐഡിയൽ എമർജൻസി ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മാസ എക്സ്പെൻസ് 50,000 രൂപയാണെന്ന് വിചാരിക്കുക. 6 മാസത്തെ എക്സ്പെൻസ് ആണ് നിങ്ങൾ എമർജൻസി ഫണ്ട് ആയിട്ട് ബിൽഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 3 ലക്ഷം രൂപ എമർജൻസി ഫണ്ട് ആയിട്ടുണ്ടായിരിക്കണം. ഇതിൽ തന്നെ ഒരു 30% എമൗണ്ട് നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈസിലി ആക്സസ് ചെയ്യാൻ ഈ സേവിങ്സ് അക്കൗണ്ടിലെ പൈസ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബാലൻസ് വരുന്ന 70% ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലോട് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഡീസന്റ് റിട്ടേൺസ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ ചെയ്താൽ ഓവറോൾ നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഈസിലി ആക്സസിബിളും ആണ്, ഒരു ഡീസന്റ് ഗ്രോത്ത് അതിന് കിട്ടുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക, ഈ എമർജൻസി ഫണ്ട് ഞാൻ എങ്ങനെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും? ഇതാണ് നിങ്ങളുടെ ഡൗട്ട് എങ്കിൽ വളരെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റെപ്പ് 1, സ്റ്റാർട്ട് സ്മോൾ. നിങ്ങൾക്ക് ഇപ്പോ എത്ര രൂപയാണോ എമർജൻസി ഫണ്ട് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റുക, ആ ഒരു എമൗണ്ടിനെ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് കൊണ്ട് ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ്, എല്ലാ മാസവും നിങ്ങളുടെ ഇൻകം കിട്ടുന്നതിനനുസരിച്ച് SIP ആയിട്ട് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലോട്ട് എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റെപ്പ് 3, എപ്പോഴെങ്കിലും ബോണസ് ആയിട്ടോ എക്സ്ട്രാ ഫണ്ട് ആയിട്ടോ എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ ആ എമൗണ്ടിനെയും എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനായിട്ട് അലോക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ് എമൗണ്ടിന്റെ അറ്റ്ലീസ്റ്റ് 50% എങ്കിലും ഈ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനായിട്ട് അലോക്കേറ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ പയ്യെ പയ്യെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ വിത്തിൻ കപ്പിൾ ഓഫ് മന്ത്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പെൻസിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്തു വരുന്ന മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യരുത്. അതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ഈ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത് അതിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. പലരും എന്താ ചെയ്യാന്ന് വെച്ചാൽ എമർജൻസി ഫണ്ട് ആയിട്ട് ബിൽഡ് ചെയ്യും. ഇപ്പൊ എനിക്ക് എമർജൻസി ഒന്നും ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഈ എമൗണ്ട് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ച് യൂസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ പറഞ്ഞ പോലെ ലൈഫ് അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു അൺസർട്ടൈൻ സിറ്റുവേഷൻ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല. അൺനെസസറി ആയിട്ട് നമ്മൾ ഈ എമർജൻസി ഫണ്ടിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി മാറും. അതുകൊണ്ട് തന്നെ റിയൽ എമർജൻസീസിന് വേണ്ടി മാത്രം ഈ എമർജൻസി ഫണ്ട് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസീസ് വന്നാലോ, ഫാമിലി എമർജൻസീസ് വന്നാലോ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലോ, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങളുടെ സാലറി കിട്ടാൻ ലേറ്റ് ആയാലോ, ഇത്തരം സിറ്റുവേഷൻസിൽ ഈ എമർജൻസി ഫണ്ടിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഓഫർ കണ്ടപ്പോൾ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാനോ, പുതിയ മൊബൈൽ ഫോൺ ഇറങ്ങിയപ്പോൾ അത് വാങ്ങിക്കാനോ എമർജൻസി ഫണ്ട് അല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ് എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുന്നവരെ ബാക്കി ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും തന്നെ ഫോക്കസ് ചെയ്യാത്തത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ട 3 മേജർ ഇൻവെസ്റ്റ്മെന്റ്സ്, അതിലൊന്ന് മാത്രമാണ് എമർജൻസി ഫണ്ട്. അതിന്റെ കൂടെ തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന എമൗണ്ടിനെ ഈ 3 മേജർ ഒബ്ജക്റ്റീവുകൾക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് പാരലലി ഇൻവെസ്റ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഇനി ഇങ്ങനെ എമർജൻസി ഫണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. വലിയൊരു മൈൽ സ്റ്റോൺ ആണ് നിങ്ങൾ അച്ചീവ് ചെയ്തത്. ഈ ഒരു എമർജൻസി ഫണ്ടിനെ അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിനെ നിങ്ങൾ യൂസ് ചെയ്യാത്ത മറ്റൊരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കാൻ കഴിയുന്നതാണ്. എപ്പോഴൊക്കെയാണോ ഈ എമൗണ്ട് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നത് അതിനുശേഷം ഗ്രാജുവലി ആ എമൗണ്ട് റീഫിൽ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ വൺസ് ഇൻ എവറി ഇയർ നിങ്ങളുടെ ഈ എമർജൻസി ഫണ്ട് നിങ്ങൾ റീചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ എക്സ്പെൻസസ് കൂടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റേതെങ്കിലും കാറ്റഗറിയിലുള്ള ആളായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എമർജൻസി ഫണ്ടും അതിനനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. നിങ്ങൾക്ക് ഇനി ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കും മൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. ഇങ്ങനെ ആവുമ്പോൾ എമർജൻസി ഫണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല ബാക്കി ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളെ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്താണ് എമർജൻസി ഫണ്ട് എന്നും എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എമർജൻസി ഫണ്ട് ഇല്ലാതെ ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യേണ്ടതാണ്. കാരണം ഫിനാൻഷ്യലി നിങ്ങൾ സേഫർ ആവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ് അത് എമർജൻസി ഫണ്ട് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. until next time, bye.